ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹേ മെഡിക്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇനി 30 ദിവസങ്ങൾ പോലും ഇല്ല നീറ്റ് എക്സാം എന്ന ആ ഒരു ട്രൂത്ത് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുവരെ പ്രിപ്പറേഷൻസ് ഒന്നും മര്യാദയ്ക്ക് പോയില്ല. ഇപ്പം ബോർഡ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയാണ്. പക്ഷേ ഈ നീറ്റ് 2025 ക്വാളിഫൈ ആവണം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് എലിജിബിലിറ്റി എങ്കിലും എനിക്ക് ലഭിക്കണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന കുട്ടികൾക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലും കോച്ചിങ്ങിന് പോയില്ല, ഇതുവരെ മോക്ക് ടെസ്റ്റ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണമെന്ന് അറിയില്ല, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികൾക്ക് ഇനിയുള്ള ഒരു മാസക്കാലം ഏതൊക്കെ വെയിറ്റേജ് ടോപ്പിക്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നല്ല രീതിക്ക് പഠിക്കേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ തറവായിട്ട് പഠിച്ചാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ നല്ലൊരു മാർക്കോടെ നീറ്റ് 2025 ക്വാളിഫൈ ആവും. നല്ലൊരു മാർക്കോടെ 400 to 500 മാർക്ക് റേഞ്ചിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ബയോളജി എന്ന് പറയുന്നത് ബോട്ടണിയും ഉണ്ടാവും, സുവോളജിയും ഉണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ബോട്ടണിയിൽ നമ്മൾ ഒഴിച്ചുകൂടാതെ പഠിക്കേണ്ട ഒരു 5-6 ചാപ്റ്റേഴ്സിൻ്റെ പേരാണ്. ഈ ചാപ്റ്റേഴ്സ് നമ്മൾ നീറ്റ് 2025 ഷുവറായിട്ടും ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് ഒരു ബോട്ടണിയിലെ 40% അല്ലെങ്കിൽ 40 to 50% വെയിറ്റേജ് ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പം ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയത് പ്രീവിയസ് ഇയർ, കഴിഞ്ഞ 5-6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചാപ്റ്റേഴ്സ് പിക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത്. അപ്പം ബോട്ടണിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു പാഠമാണ് മോളിക്കുലാർ ബേസിസ്. അത് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ്, ജെനറ്റിക്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആയ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലാൻ കിങ്ഡം, പിന്നെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഈ ഒരു 5 ചാപ്റ്റേഴ്സും നമ്മൾ പ്രീവിയസ് ഇയർ കണക്കുകൾ നോക്കുകയാണെങ്കിൽ മോളിക്കുലാർ ബേസിസ് നിന്ന് ഏവറേജ് 6 ക്വസ്റ്റ്യൻസ് പെർ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് നിന്ന് അപ്രോക്സിമേറ്റ്ലി 4-5 ക്വസ്റ്റ്യൻസ് എല്ലാ കൊല്ലം ചോദിക്കലുണ്ട്. പ്ലാൻ കിങ്ഡത്തിലാണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസും, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസും, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻസ് എന്നാണെങ്കിലും 2-3 ക്വസ്റ്റ്യൻസും ഷുവറായിട്ടും എല്ലാ കൊല്ലവും ചോദിച്ച് കണ്ടുവരുന്നുണ്ട്. സോ ബോട്ടണിയിൽ ഈ ഒരു 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്കോർ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ്. ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ഇനി ഇതുവരെ ഒരു പ്രിപ്പറേഷൻസും തുടങ്ങാത്ത ഒരു കുട്ടി ഈ ഒരു 5 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് വേണം ബാക്കി ചാപ്റ്റേഴ്സിലോട്ട് കടക്കാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സുവോളജി നോക്കുകയാണെങ്കിലോ, ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. ഒരു ഏവറേജ് നോക്കുകയാണെങ്കിൽ 5-6, ചില വർഷങ്ങളിൽ 7 ക്വസ്റ്റ്യൻ വരെ കണ്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിലെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസും പിന്നെ ബയോടെക്നോളജിയിലെ ആപ്ലിക്കേഷൻസ്, ഈ 2 ചാപ്റ്റേഴ്സിനും മാറി മാറി ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ബയോമോളിക്യൂൾസ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, അങ്ങനെ വിവിധ ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു 6 ചാപ്റ്റേഴ്സ് നമ്മൾ മസ്റ്റ് റീഡ് ടോപ്പിക്സിൽ എന്തായാലും സുവോളജിയിൽ ഇൻവോൾവ് ചെയ്യണം. അപ്പം ആനിമൽ കിങ്ഡം, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്, ബയോടെക്നോളജി അപ്ലിക്കേഷൻസ്, ബയോമോളിക്യൂൾസ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, അങ്ങനെ ഈ ഒരു 6 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു പോയാൽ സുവോളജിയിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്കോർ ആയിട്ടുള്ള 40 to 50% അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സ് എന്തായാലും മസ്റ്റ് റീഡ് ടോപ്പിക്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ 720 മാർക്കിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 720 മാർക്കിൻ്റെ 50% ഓഫ് ദ മാർക്സും ബയോളജി കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. 360 മാർക്കും ബയോളജിയിലാണ്. അതിൽ 180-184 സുവോളജി ആൻഡ് ബോട്ടണി. ബാക്കി 360 മാർക്സ് മാത്രമേ ഫിസിക്സും കെമിസ്ട്രിയിലും വെയിറ്റേജ് വരുന്നുള്ളൂ. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇനിയുള്ള ഒരു മാസക്കാലം ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു കുട്ടി കൂടുതൽ ഫോക്കസ് ബയോളജിക്കാണ് കൊടുക്കുന്നത്. ഞാൻ ഇത്രയും ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മസ്റ്റ് റീഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഒരു 10ഓളം ചാപ്റ്റേഴ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞു. പക്ഷേ ഈ 10ഓളം ചാപ്റ്റേഴ്സിലുപരി ഈസി ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ബയോളജീൻ്റെ കേസിൽ മാത്രം എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ജസ്റ്റ് വായിക്കാൻ ശ്രമിക്കുക. ഈസി ആയിട്ടുള്ള നമ്മൾ +1-ലും +2-ലും ഒക്കെ പഠിച്ച് വരുന്ന ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു 250 to 300 മാർക്സ് നമുക്ക് ബയോളജി തന്നെ എളുപ്പമായിട്ട് ഈ ഒരു മാസക്കാലം കൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫിസിക്സിലേക്ക് അടക്കാം. ജസ്റ്റ് ഫിസിക്സിൻ്റെ ഒരു ട്രെൻഡ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് +2 ഫിസിക്സിലാണ്. നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത്രയും കാലം 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഫിസിക്സിൽ. ആ 50 ക്വസ്റ്റ്യനിൽ ഒരു മോസ്റ്റ്ലി 28 to 30 ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞ 5 വർഷവും കോൺസെൻട്രേറ്റ് ചെയ്തത് +2 ഫിസിക്സിലായിരുന്നു. ബാക്കി 40% ക്വസ്റ്റ്യൻസ് ആണ് +1 ഫിസിക്സ് എന്ന് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസും കൂടെ നമ്മളൊന്ന് ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് പാർട്ട് 1 ഓഫ് ഫിസിക്സ് +2. അപ്പോൾ +2 ഫിസിക്സിലെ പാർട്ട് 1-ലെ കറണ്ട്, ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മൂവിങ് ചാർജസ്, ആ ഒരു ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസും ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ചോദിച്ചത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് +1 ഫിസിക്സും +2 ഫിസിക്സിനെ പറ്റി കുറച്ചും കൂടി നല്ലോണം നോക്കാം.
അപ്പോൾ +1 ഫിസിക്സിൽ നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാതെ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, കൈനമാറ്റിക്സ് ആൻഡ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ഈ ഒരു യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, യൂണിറ്റ്സ് വെച്ചിട്ടും ഈ ഒരു ഡയമെൻഷൻസ് വെച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചു കണ്ടുവരുന്നുണ്ട്. സോ ജസ്റ്റ് റിപ്പീറ്റിംഗ്, ലോസ് ഓഫ് മോഷൻസ്, വർക്ക് എനർജി പവർ, ഇത് രണ്ടും ഫുൾ ഓഫ് പ്രോബ്ലംസ് ബേസ്ഡ് ആയിരിക്കും. വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് വരെ വർക്ക് എനർജി പവർ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷൻ, പിന്നെ ഗ്രാവിറ്റേഷൻ, കൈനമാറ്റിക്സ് ആൻഡ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ഇനി +2 ഫിസിക്സ് നോക്കുകയാണെങ്കിലോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള കറണ്ട്, ഇലക്ട്രിസിറ്റി, ഭയങ്കര വെയിറ്റേജ് ആണുള്ളത്. കുറേ ഫോർമുലാസ്, ഓംസ് ലോ, റെസിസ്റ്റൻസ്, അതൊക്കെ വെച്ചിട്ടുള്ള കുറേ അധികം പ്രോബ്ലംസ്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിസം, റേ ഒപ്റ്റിക്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന് വെച്ച് നോക്കുകയാണെങ്കിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ഡയോഡിൻ്റെയും കോമ്പിനേഷൻസ് ഓഫ് ഡയോഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാ കൊല്ലവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത്രയും ചാപ്റ്റേഴ്സ്, ഈ ഒരു 10-11 ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഫിസിക്സിൽ 180ൽ 100ൻ്റെ അടുത്തുള്ള ഒരു മാർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്തായാലും 90 to 100 മാർക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി കെമിസ്ട്രിയിലേക്ക് കിടക്കാം. നമുക്കറിയാം ഇപ്പം 360 മാർക്ക് ബയോളജിയിൽ കഴിഞ്ഞു, 180 മാർക്ക് ഫിസിക്സിൽ കഴിഞ്ഞു, ബാക്കിയുള്ള റിമൈനിങ് 180 മാർക്ക് കെമിസ്ട്രി എന്നാണ് ചോദിക്കുന്നത്. കെമിസ്ട്രി നമുക്ക് ക്ലാസ് 11 കെമിസ്ട്രി, ക്ലാസ് 12 കെമിസ്ട്രി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ് 11 കെമിസ്ട്രിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. ഈസി ആയിട്ടുള്ള കുറേ പ്രോബ്ലംസും ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റും വെച്ച് നമുക്ക് വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കെമിക്കൽ ബോണ്ടിങ്. പിന്നെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നിന്ന് അത്യാവശ്യം മോൾ കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചോദിക്കാം. പിന്നെ തെർമോഡൈനാമിക്സ് പഠിക്കുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഹീറ്റിൻ്റെ പ്രോപ്പർട്ടീസും കുറച്ച് ഫോർമുലാസും വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻസ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചിട്ട് ഈസി പ്രോബ്ലംസ് തൊട്ട് കുറച്ച് ഹാർഡ് ലെവൽ പ്രോബ്ലംസ് വരെ നമുക്ക് ചോദിക്കാം. ഹൈഡ്രോ കാർബൺസ് ആൻഡ് പി ബ്ലോക്ക്. അപ്പോൾ ഈ ഒരു 5-6 ചാപ്റ്റേഴ്സ് നോക്കിയാൽ തന്നെ +1 കെമിസ്ട്രിയിലെ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് കവറായി. റിപ്പീറ്റിംഗ്, കെമിക്കൽ ബോണ്ടിങ്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻസ്, ഹൈഡ്രോ കാർബൺസ് ആൻഡ് പി ബ്ലോക്ക്. ഇനി +2 കെമിസ്ട്രിയിലേക്ക് നോക്കുകയാണെങ്കിലോ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പിന്നെ കെമിക്കൽ കൈനമാറ്റിക്സ്, കെമിക്കൽ കൈനറ്റിക്സ് ഈസി ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആൻഡ് D and F ബ്ലോക്ക് എലിമെൻറ്റ്സ് പഠിക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിൾസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ന്യൂമോണിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാസക്കാലം കൊണ്ട് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ +2 പി ബ്ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ വായിക്കാനുണ്ട്, കുറേ വായിച്ചിട്ട് മനസ്സിലാക്കി നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോറിൻസ് ആൻഡ് ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. അപ്പോൾ +2 കെമിസ്ട്രിയിൽ മോസ്റ്റ് ആയിട്ട് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഫോക്കസ് ചെയ്യണം. കൂടാതെ കെമിക്കൽ കൈനറ്റിക്സ്, കോർഡിനേഷൻ ആൻഡ് D and F ബ്ലോക്ക് എലിമെൻറ്റ്സ്, പി ബ്ലോക്ക് എലിമെൻറ്റ്സ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇത് കൂടാതെ S ബ്ലോക്ക് എലിമെൻറ്റ്സിനെ പറ്റും നമുക്ക് തറവായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് പഠിക്കുമ്പോൾ തന്നെ കെമിസ്ട്രിയിൽ 180ൽ നമുക്ക് 100ൻ്റെ അടുത്തുള്ള ഒരു സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം പറയാണ്, നമ്മുടെ നീറ്റ് എക്സാം നടക്കുന്നത് 720 മാർക്സിലാണ്. ഔട്ട് ഓഫ് ദാറ്റ് 720 360 മാർക്സ് ബയോളജിക്കാണ്. സോ ഇനിയുള്ള ഒരു മാസം നമ്മൾ ബയോളജിക്ക് എങ്ങനെയെങ്കിലും 300 അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന ആ ഒരു 10 ചാപ്റ്റേഴ്സ് ഉപരി ബാക്കിയുള്ള ബയോളജി ചാപ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് വായിക്കുക. പിന്നെ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഇതുവരെ തുടങ്ങാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 10 20 22 ചാപ്റ്റേഴ്സോളം നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പം ഈ ഒരു ചാപ്റ്റേഴ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ 400 to 500 റേഞ്ച് മാർക്സ് അച്ചീവ് ചെയ്യുന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർക്ക് സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള ദിവസക്കാലം NCERT ബയോളജി റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. കുറേ അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. പിന്നെ ഞാൻ ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സിനും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. സോ all the best, do your NEET well.